Solution. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നു കനവിലൊരാളു വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നു കനവിലൊരാളു വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ. പാട്ടുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെലോഡിയസ് ആണ് രണ്ട് പാട്ടെങ്കിലും ബെന്നി ദയാൽ പാടിയ പാട്ട് അത് യൂട്യൂബിലൊക്കെ അതിൻ്റെ സൗണ്ട് ആ റെക്കോർഡിംഗ് ഒക്കെ അത് അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ ഒരു പാട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ തന്നെ കുറേ വ്യൂവേഴ്സായി, കുറച്ച് നാളെ ആയിട്ടുള്ളൂ അത് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു പാട്ടുകളൊക്കെ, എത്രത്തോളം എൻജോയ് ചെയ്തു, നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനെ? Definitely the making was. ഞാൻ അവിടെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ പാട്ട് എൻജോയ് ചെയ്തത് ഭരത് തന്നെ ആയിരിക്കും. ബെന്നി ദയാൽ നമ്മുടെ ഒരു റിലേറ്റീവ് ആണ്, മോർ ദാൻ ദാറ്റ് വെരി ഗ്രേറ്റ് ഫ്രണ്ട് ആൻഡ് ബ്രദർ. സോ അപ്പം ഞാൻ ബെന്നി ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മുടെ സിനിമയ്ക്ക് പാടണം. ആൻഡ് അങ്ങനെ ബെന്നി ചേട്ടൻ പറഞ്ഞു നേരത്തെ കൂട്ടി സമയം പറയണം, ഐ വോണ്ട് ഗെറ്റ് ടൈം. അപ്പം ഞാൻ നേരത്തെ കൂട്ടി ഞാൻ MJ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ബെന്നി ചേട്ടനെ കൊണ്ട് പാടിപ്പിക്കണം. അപ്പോൾ പറഞ്ഞു പിന്നെന്താ ഷുവറാണ്. അപ്പോൾ ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞു തന്നു. വി ഫൗണ്ട് ദ പെർഫെക്റ്റ് ഡേറ്റ്. ഹി കെയിം ഡൗൺ. അപ്പോൾ പറഞ്ഞൊരു വിഷ്വൽസ്. അപ്പം ഹി വാസ് വെരി in for it. He was like പിന്നെന്താ let the visuals be there, അതല്ലേ വേണ്ട, making should be there. അങ്ങനെ പെട്ടെന്ന് we started doing visuals and stuff. അപ്പം രാജസേനൻ സാർ ഉണ്ട്, എല്ലാവരും ഉണ്ട് വിഷ്വൽസിൽ, എല്ലാവരും we all came together in Freddy studio in Cochin and we did have a great time, really great time. കാരണം the making was so much of fun, കാരണം the music was really good. MJ Chandran sir did really have a very magical touch. നസ്രീൻ, ഈ ഒരു കഥാപാത്രം ഇത്രത്തോളം അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു സിനിമ ചെയ്തതാണ്, ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരൊക്കെ കുറച്ച് ഇപ്പം പപ്പൻ കുറച്ച് സിനിമകൾ ചെയ്ത് ഇവരുടെ സീനിയറായ ആളാണ്, പ്രത്യേകിച്ചും അടയാളങ്ങൾ ചെയ്ത് കുറച്ച് ഗൗരവമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഐജി ചെയ്തു, പിന്നെ ഹരികുൾ ഒക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളി മറ്റേ ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെ അതാണ് എനിക്ക് അറിയേണ്ടത്. ആദ്യം ഇവരെ ഒന്നും കാണുന്നത് തന്നെ ഫോട്ടോഷൂട്ടിൻ്റെ അന്നാണ് ഞാൻ ഇവരെല്ലാവരെയും കാണുന്നത്. സ്ക്രീനിൽ കാണുമ്പം ഞാൻ ഇദ്ദേഹത്തെ പറ്റി ധരിച്ചിരുന്നത് കുറച്ച് ജാടയാണെന്നാണ്, നമുക്കാർക്കും അറിയില്ലല്ലോ. പക്ഷെ ആള് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കുറേ കുറച്ചുകൂടെ കമ്പനിയായി. ടോക്കറ്റീവാണ്, ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഈ പറഞ്ഞ പോലെ സാഹിത്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ സെറ്റിൽ ഫുൾ ഒരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ പോലെയായിരുന്നു. എല്ലാവരുമായിട്ടും തന്നെ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം സൂര്യചേട്ടനാണെങ്കിലും ഭരതാണെങ്കിലും ശ്രീജിത്തും സോണിയൊക്കെ ആയിട്ടാണ് നിങ്ങളിപ്പോൾ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ അവിടെ ഫിലിം തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലൈഫിലും നമുക്ക് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? മാവേലിക്കരയിലായിരുന്നു ഷൂട്ട് നടന്നത്. മാവേലിക്കരയിൽ ഞാൻ ആദ്യമായിട്ടാണ് മാവേലിക്കരയിൽ ഒരു ഷൂട്ട് ചെയ്യുന്നത്. അവിടെ മാവേലിക്കരയിൽ വെക്കാനും 1-2 കാരണങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സിനിമയ്ക്ക് ആവശ്യമായ 1-2 ലൊക്കേഷനുകൾ അവിടെയാണ് ആദ്യം കിട്ടിയത്. അങ്ങനെയാണ് മാവേലിക്കരയിലേക്ക് ലൊക്കേഷൻ മാറ്റിയത്. വളരെ ശാന്തമായ രസകരമായുള്ളൊരു സ്ഥലമായിരുന്നു മാവേലിക്കര. സോങ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പൊന്മുടിയും പൂവാറുമായിരുന്നു. എനിക്ക് തോന്നുന്നു പൊന്മുടിയിൽ വെച്ച് ഇതുവരെ ഷൂട്ട് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആയിരിക്കും കുയിലിൻ്റെ പാട്ട് കേട്ടോ. കാരണം അതിമനോഹരമായിട്ട് അതിൻ്റെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ നമ്പ്യാതി വളരെ ഗ്രാൻഡായിട്ട് അതിൻ്റെ ഒരു ഭംഗി ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ ഫേസ്ബുക്ക് അപ്ഡേറ്റ് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ ഞാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഭംഗി എത്രത്തോളം ഒരു ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെരി സർപ്രൈസിംഗ്ലി എനിക്ക് തോന്നുന്നു അതൊരു വളരെ അതിമനോഹരമായിട്ട് തന്നെ അത് പറയുമ്പോഴാണ് ആ നമ്പ്യാതിരി സാർ KP നമ്പ്യാതിരി സാർ രാജസേന സാറിന്റെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ മൈഡിയർ കുട്ടിച്ചാത്തിന് ഇപ്പോൾ സെക്കൻഡൊക്കെ പുള്ളി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വെയിൽപ്പിറ ആ ഒരു സോങ് ഞാൻ കണ്ടു. പക്ഷെ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ എത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാം. വെയിൽപ്രാവിന്റെ
ഓപ്പണിംഗ് ഷോട്ട് ഇസ് അമേസിംഗ്. ആ ഒരു മിനിമം ലൈറ്റിൽ അദ്ദേഹം അത് ചെയ്തത് എല്ലാ ലൈറ്റിംഗ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ എപ്പോഴും അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് ഇപ്പോൾ ഈവൻ ദോ വെയിൽപ്രാവിലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഒബ്ജക്ട് ലൈറ്റിംഗ് ആണ്. അതിനകത്ത് നമ്മളെയൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അദ്ദേഹം ഒരു ഒബ്ജക്റ്റിനെ ലൈറ്റ് ചെയ്യുന്ന രീതി ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ കുറേ ലൈറ്റ്സ് വെച്ച് ഗിമ്മിക്സ് കാണിക്കുന്ന ഒരാളല്ല അദ്ദേഹം, അല്ലെങ്കിൽ അതല്ല അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് രീതി, അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഒരു പ്രത്യേക ലൈറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നില്ല. വിസിബിലിറ്റി ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. പക്ഷേ എനിക്ക് തോന്നുന്ന ആർട്ടിസ്റ്റുകൾ എപ്പോഴും ആക്ടേഴ്സിനെ വളരെ എൻഹാൻസ് ചെയ്ത് കാണിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് സിനിമാറ്റോഗ്രാഫി ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സ്കൈ കമ്മിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ സീൻസിൽ എപ്പോഴും ഭയങ്കര ഒരു എൻഹാൻസ്ഡ് ലുക്കാണ്. വിഷ്വൽസ് അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ വിഷ്വൽസ് വന്നിട്ട്. ഓക്കെ. അതുപോലെ ഇപ്പോൾ നമ്മൾ കുറേ കാണുന്നുണ്ട്, ഇപ്പം ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ ഒരു കാലമാണ് അല്ലേ? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിംസ് ഓരോ ദിവസവും ഇങ്ങനെ വളരെയധികം ഷോർട്ട് ഫിലിംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭരത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ആളുകളായിരിക്കും. കാരണം സിനിമ ഒരു പാഷനായിട്ട് കാണുന്ന വ്യക്തികൾ എന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം അതെല്ലാം നമ്മൾ കാണുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രാജസേൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ഒരു ചട്ടക്കൂട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് സാറിന്. ആ ഒരു മേക്കിങ്ങിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ആ ഒരു വ്യത്യാസം ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്? അത് ഷോർട്ട് ഫിലിമിന് രീതിയുണ്ട്, ഒരു ഫീച്ചർ ഫിലിമിന് രീതിയുണ്ട്. ബോത്ത് ഹാവ് देयर ഓൺ സ്പെഷ്യാലിറ്റീസ്. മേക്കിംഗ് ഒരു രീതി ഉണ്ടല്ലോ, ഒരു പടം എടുക്കുന്ന. ഇപ്പോൾ നമുക്ക് സിനിമയ്ക്കൊക്കെ പണ്ടൊരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഇങ്ങനെ മാത്രമേ മലയാള സിനിമ പാടുള്ളൂ എന്ന്. പക്ഷെ ഇന്നിപ്പോൾ അത് ഒരുപാട് മാറി. ഒരിക്കലും ഇല്ല, ആ പാറ്റേൺ ഇപ്പം ഇല്ലല്ലോ. ഇല്ല. അതെ. അപ്പം ദേ ഡു വാട്ട്, ഒരു ഷോട്ട് എത്ര പെർഫെക്റ്റ് ആക്കണം, അതിൻ്റെ എത്രയും മാക്സിമം എക്സ്ട്രീം പോകാം, ദേ വിൽ ഡു ഇറ്റ്. അതാണ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ഹാസ് ഗ്രോൺ അപ്പ് ടു ദാറ്റ് ലെവൽ. അപ്പോൾ സോ ഒരിക്കലും ഒരു റുട്ടീൻ ഒരു രീതിയിൽ പോകാൻ പറ്റൂല. ആൻഡ് ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ഷോർട്ട് ഫിലിം ആൻഡ് ഫീച്ചർ ഫിലിംസ്, ഇപ്പം ദേ ബോത്ത് ഹാവ് ദെയർ ഓൺ ഡിഫറൻസസ് ഇൻ ഫിലിം മേക്കിംഗ്. ഇപ്പം ഷോർട്ട് ഫിലിമിങ് ഈ രീതിയിൽ എടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി അതിൻ്റെ രീതി അങ്ങനെയാണ്. ഫീച്ചർ ഫിലിം ഇറ്റ് ഹാസ് ദെയർ ഓൺ സ്റ്റഫ്സ്, ദെയർ ഓൺ തിങ്സ്, ദെയർ ഓൺ ടെക്നോളജീസ്. അങ്ങനെ അപ്പം ഇറ്റ്സ് ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് സേനൻ സാറിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ ആൻഡ് പാറ്റേൺ ഉണ്ട്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സെറ്റാണ് എപ്പോഴും ഉണ്ടാവുക. അത് ടൈമിങ് പഞ്ച്വാലിറ്റിക്കൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഷെഡ്യൂളിൽ വളരെയധികം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. 31 ഡേയ്സിലാണ് അദ്ദേഹം ഷൂട്ട് വൈൻഡപ്പ് ചെയ്തത്, 35 ഡേയ്സിൻ്റെ ഷൂട്ട്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. എന്നാൽ സ്ട്രെസ് ഫ്രീ ആൻഡ് വളരെ കംഫർട്ടബിൾ സെലിബ്രേഷൻ സെറ്റാണ് സാറിൻ്റേത്. സ്റ്റൈൽ ഓഫ് ഫിൽം മേക്കിങ്ങിൽ അദ്ദേഹം ഈവൻ ദോ ഈ സിനിമയിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ കുറേ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യങ്ങൾ പറയുന്ന രീതിയിൽ കുറേ ഒരു പുതിയ ശൈലി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചേഴ്സ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏറ്റവും കുടുംബ പ്രേക്ഷകർക്ക് അപ്പീൽ ചെയ്യുന്നൊരു ഡയറക്ടറാണ് സേനൻ സാർ. അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ എൻ്റർടൈനറെ അദ്ദേഹം ചെയ്യൂ. അത് വിട്ട് വേറൊരു സ്റ്റൈലിലേക്ക് അദ്ദേഹം ശ്രമിക്കില്ല. നല്ലൊരു എൻ്റർടൈനർ, ഒരു ഫാമിലിക്ക് ഒന്നടങ്കം വന്നിരുന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, ആ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം ഇതും ചെയ്തിരിക്കുന്നത്.